കഴിഞ്ഞ ദിവസം ഈ 5 സംസ്ഥാനങ്ങൾ പിടിച്ചാൽ ഇന്ത്യ ഭരിക്കാമെന്ന തലക്കെട്ടോടുകൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു. BBC-യുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു വന്ന ഒരു ആർട്ടിക്കിൾ അടിസ്ഥാനമാക്കിയായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത്. അതിൽ നേതൃത്വ ഗുണമില്ലാത്ത പ്രതിപക്ഷത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യ തിരിച്ചുപിടിക്കാൻ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു ഭാരത് ജോഡോ യാത്ര. പക്ഷേ ആ യാത്ര കൊണ്ട് BJPക്ക് എത്രത്തോളം വെല്ലുവിളി ഉയർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്? കോൺഗ്രസുകാർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മതേതര ഇന്ത്യ എന്ന് ആഗ്രഹിക്കുന്നവർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ ശരിക്കും അങ്ങനെ സംഭവിക്കുമോ? 370 മുതൽ 400 സീറ്റ് വരെ ഇത്തവണ BJP നേടുമെന്ന് പരസ്യമായി അവരുടെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തവണ വീണ്ടും BJP അധികാരത്തിൽ വന്നാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പും പ്രതിപക്ഷവും ഉണ്ടാകുമോ എന്നതും സംശയമുണർത്തുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് രാജ്യം കണ്ട ഏറ്റവും നിർണായക തെരഞ്ഞെടുപ്പായി മാറുന്നത്. അതിനോടൊപ്പം യാഥാർത്ഥ്യത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇത്തവണയും BJP തന്നെ അധികാരത്തിൽ വരും. അതുകൊണ്ട് രാഹുൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ മാറ്റം കൊണ്ടുവരുമെന്ന് വെറുതെ പറഞ്ഞതുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നതാണ് കോൺഗ്രസുകാരും BJP സർക്കാർ താഴെ ഇറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ പൗരന്മാരും മനസ്സിലാക്കേണ്ടത്. ഇനി പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യ വിൽ മേക്ക് എവരി അതർ പാർട്ടി എ കോൺഗ്രസ് പാർട്ടി. ഇന്ത്യ മറ്റെല്ലാ എതിർ പാർട്ടികളെയും കോൺഗ്രസ് പാർട്ടിയാക്കി മാറ്റിക്കളയുമെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് എല്ലാം ഒന്നായാൽ അതിനെ കാലക്രമേണ നമ്മൾ കണ്ടുമറന്ന അല്ലെങ്കിൽ കണ്ട് ശീലിച്ച ഒരു പാർട്ടിയാക്കി മാറ്റും. നല്ലതിനു വേണ്ടിയോ ചീത്തയ്ക്ക് വേണ്ടിയോ ഈ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഈ പാർട്ടികൾക്ക് വാഗ്ദാനങ്ങളിൽ മാത്രമേ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുന്നുള്ളൂ. അതല്ലാതെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് ഇന്ത്യയിൽ ഒരു പാർട്ടിയിലും കണ്ടിട്ടില്ല. ആരംഭശൂരത്വം കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളും നമ്മൾ കണ്ടുമറന്ന, നമ്മൾ കണ്ടുമടുത്ത ഒരു പതിവ് രാഷ്ട്രീയ ചിട്ടയിലേക്ക് വഴുതി വീഴുന്നതാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ പറഞ്ഞതിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടുന്നില്ല. കാരണം റൈറ്റ് വിങ് പാർട്ടികൾക്ക് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. അവർക്കൊരു സെക്ടേറിയൻ വിശ്വാസമുണ്ട്. അവരൊരു മതത്തെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തത്വങ്ങളെ അടിസ്ഥാനമാക്കിയോ വേറെ വഴിമാറി പോകുന്നവരാണ്. അതായത് അടിസ്ഥാനപരമായി അവർ ഡെമോക്രാറ്റിക് അല്ല. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അതല്ലാത്ത മതേതര പാർട്ടികളെ കുറിച്ചാണ്. അത്തരം മതേതര പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഉറച്ച ദൃഢനിശ്ചയം ആവശ്യമായ മേഖലയാണ്. അതേസമയം മറുഭാഗത്ത് ഈ റൈറ്റ് വിങ് ഫോഴ്സ് എന്ന് പറയുന്നത് തികഞ്ഞ ആത്മവിശ്വാസമുള്ള ഒരു സംഘടിതമായ മനുഷ്യരുടെ കൂട്ടമാണ്. അതുകൊണ്ട് അവരെ എതിർക്കുന്ന കൂട്ടത്തിനും ഉറച്ച ദൃഢനിശ്ചയവും എക്സ്ട്രീം കോൺഫിഡൻസും ഉണ്ടാകണം. അതില്ലെങ്കിൽ ഈ റൈറ്റ് വിങ് ഫോഴ്സിനെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല. ഈ രണ്ടു പാർട്ടികളും തമ്മിൽ ഇതുപോലെ കൃത്യതയില്ലാത്ത ബാലൻസിംഗ് ആണ് ഇന്ത്യൻ പൊളിറ്റിക്സ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, മുരളി ഗോപി പറഞ്ഞതാണ്. ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടൻ മുരളി ഗോപി ഈ കാര്യം പറഞ്ഞത്. മുന്നിലുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു അഭിമുഖത്തിൽ പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത്. അതിൽ ആം ആദ്മി പോലെയുള്ള പല പൊളിറ്റിക്കൽ ചോയ്സുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് രാജ്യത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന അവതാരകയുടെ ചോദ്യത്തിന് മുരളി ഗോപി നൽകിയ മറുപടിയാണ് കുറച്ചു മുൻപ് പറഞ്ഞത്. എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മുടെ ചരിത്രവും നിലവിലെ രാഷ്ട്രീയ അവസ്ഥകളുമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യ മറ്റെല്ലാ എതിർ പാർട്ടികളെയും കോൺഗ്രസ് പാർട്ടിയാക്കി മാറ്റിക്കളയുമെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സത്യമായ കാര്യമാണത്. ശക്തമായ പ്രതിപക്ഷമില്ലാതെയായിരുന്നു കോൺഗ്രസ് ഈ കഴിഞ്ഞുപോയ കാലത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ശക്തമായ പ്രതിപക്ഷം വന്നതോടുകൂടി കോൺഗ്രസ് തകർന്നടിയുന്നതാണ് കണ്ടത്. അതായത് വളരെ ശക്തമായ ഒരു പ്രതിപക്ഷമായ കോൺഗ്രസിനെ BJP അവരുടെ വാഷിംഗ് മെഷീൻ പ്രക്രിയയിലൂടെ വളരെ നിസ്സാരമായി ഇല്ലാതെയാക്കി. ചുരുക്കി പറഞ്ഞാൽ മുരളി ഗോപി പറഞ്ഞതുപോലെ ദൃഢനിശ്ചയമില്ലാത്ത അണികളുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. ഇന്ത്യ എങ്ങനെ BJP ഭരിക്കുന്നുവോ അത്തരത്തിൽ തന്നെയാണ് BJP കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ തകർത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പലതരം ആദർശങ്ങളുള്ള രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത സംസ്കാരമുള്ള അണികളുമൊക്കെ ഉൾപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഏറെക്കുറെ ഈ പാർട്ടിയെ നമുക്കൊരു ഇന്ത്യൻ സംസ്കാരമായിട്ട് തന്നെ കണക്കുകൂട്ടാം. അത്തരം വ്യത്യസ്ത ആദർശങ്ങളുള്ള പാർട്ടികളെയും നേതാക്കന്മാരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വളരെ കാഠിന്യം പിടിച്ച ഒരു കാര്യമാണ്. എന്നാൽ അവിടെ വിഭാഗീയത കൊണ്ടുവരാൻ വളരെ എളുപ്പവുമാണ്. അത് തന്നെയാണ് BJP ഇന്ത്യയിൽ പയറ്റുന്നതും കോൺഗ്രസിൽ പയറ്റിയതും. അതുകൊണ്ട് തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചു കഴിഞ്ഞാൽ ഒരു റിസോർട്ട് മുഴുവനായി കോൺഗ്രസിന് ബുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇന്ത്യ മുന്നണി എന്ന നിലയിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പൊരുതുക എന്നത് പ്രതീക്ഷ ഉണർത്തുന്ന ഒന്നാണ്. എന്നാൽ അത് പിളർത്താനും BJPക്ക് നിമിഷ നേരം മതിയാകുമെന്നതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സത്യം മാത്രമാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷത്ത് ശക്തനായ ഒരു നേതാവില്ലാത്തതാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് പകരം ധ്രുവ് റാട്ടിയെ പോലെയുള്ള നേതാക്കൾ ഇന്ത്യയിൽ വരണമെന്നുള്ള ചർച്ചകൾ പോലും പൊട്ടിമുളച്ചത്. ഒരു പ്രതിപക്ഷ നേതാവല്ലാതായിരുന്നിട്ട് കൂടി നമ്മുടെ
നാട്ടിൽ നമ്മുടെ സർക്കാരിനെതിരെ ശ്രീ രമേശ് ചെന്നിത്തല പുറത്തു കൊണ്ടുവന്നത്ര വിഷയങ്ങളുടെ പകുതി പോലും രാഹുൽ ഗാന്ധിക്ക് മോദി സർക്കാരിനെതിരെ പാർലമെന്റിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് വിദ്യാസമ്പന്നരും നിലപാടും ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും വസ്തുതകൾ മുൻനിർത്തി വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന പുതിയ തലമുറയെ സോഷ്യൽ മീഡിയ ചർച്ചകളിലെങ്കിലും ഒരു പുതിയ ചോയ്സ് ആക്കി മാറ്റുന്നത്. എന്തായാലും മാറ്റങ്ങൾ സംഭവിക്കും എന്ന ശുഭപ്രതീക്ഷയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് അഭിമുഖീകരിക്കാം.